ശ്വേത ഒരു വലിയ സാംസ്കാരിക വിപ്ലവകാരിയാണെന്ന് ഞാൻ പറയും. കാരണം എങ്ങനെയാണ് ലൈംഗികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ആണിനും പെണ്ണിനും ഊഷ്മളമായി ഹഗ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാതൃകാപരമായി കാണിച്ചു കൊടുത്തൊരു സ്ത്രീയും കൂടിയാണ്. സാംസ്കാരികമായ വലിയ റിഫ്ലക്ഷൻ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ശ്രീമതി ഗായത്രി വർഷ, ഈ താരസംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും വനിതയാവുന്നു എന്നുള്ളത് ആലങ്കാരിക പ്രാധാന്യത്തിനപ്പുറത്ത് ഈ കഴിഞ്ഞ ഒരു 5 വർഷം എടുത്താൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ കഷ്ടപ്പാട്, സ്ത്രീകളുടെ ലിംഗപരമായ പദവി, അതുപോലെ തന്നെ ചൂഷണങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ചയാവുകയും അതിൻ്റെ പേരിൽ ഒരു കമ്മീഷൻ വരികയും അതിൽ റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്തതിൻ്റെ ഒടുവിലായിട്ടാണ്, ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ കോലാഹലങ്ങളിലാണ് അമ്മയുടെ അതുവരെ ഉണ്ടായിരുന്ന ഭരണസമിതി മാറിയത് പോലും. അതിനൊടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് വഴി വനിതകൾ 4 വനിതകൾ ഇതിൻ്റെ ഭരണസാരഥ്യത്തിലേറുന്നതിനെ എങ്ങനെ കാണും? വളരെ സന്തോഷമാണ്. ഒരു പരിധിവരെ ഞാൻ ഔട്ട് ഓഫ് ഗാലറിയാണ്. ഞാൻ അമ്മയുടെ ഔദ്യോഗിക മെമ്പറല്ല. എങ്കിൽ പോലും സിനിമയിൽ 30-32 വർഷമായിട്ട് പണിയെടുക്കുന്ന ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനകത്ത് സ്ത്രീകൾ നേതൃത്വത്തിലേക്ക്, ബഹുഭൂരിപക്ഷം സ്ത്രീകൾ അല്ലെങ്കിൽ മുഴുവൻ എന്ന് പറയുന്ന രീതിയിലേക്ക് സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്ന മാതൃകാപരമായ ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിലേക്ക് അമ്മ മാറുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമാണ്. അമ്മയുടെ എല്ലാ അംഗങ്ങൾക്കും, ഈ 500-ന് മുകളിലുള്ള എല്ലാ അംഗങ്ങൾക്കും, അമ്മയുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം പുതിയ ഭരണസമിതിക്ക് എല്ലാ ഭാവുകങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. കാരണം ഇത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്ത് കാണുന്ന ഈ ഒരു പ്രതിഫലനം. തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുന്നുണ്ട് എന്ന് വെളിവായതിനു ശേഷം ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും രണ്ടുപേരും, അതായത് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി മത്സരിച്ച രണ്ടുപേരും ക്യാരക്ടർ അസാസിനേഷന് വിധേയമായി എന്ന് മാത്രമല്ല കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ, അതായത് അവർ അഭിനയിച്ച രംഗങ്ങളിൽ അശ്ലീലമുണ്ട് എന്ന് പറഞ്ഞൊരു പോലീസ് കേസൊക്കെ എടുക്കുന്നത് സത്യത്തിൽ തലയിൽ കൈവച്ച് മാത്രമേ ആളുകൾക്ക് അത് കേൾക്കാൻ കഴിയുകയുള്ളൂ. അതുപോലും ഉണ്ടായി. കുക്കു പരമേശ്വരൻ ഏതോ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന പേരിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി വായിക്കാവുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വനിതകൾ ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ അവരെ വലിച്ചു താഴെയിടാൻ ഇങ്ങനെയുള്ള ചില പണികളും കൂടി നടക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് അമ്മയുടെ മാത്രം സ്വഭാവമല്ല, അത് നമ്മളുടെ ഈച്ച് ആൻഡ് എവരി ഇടത്ത് സമൂഹത്തിൻ്റെ ഓരോ പോയിന്റിലും ഏറ്റവും ചെറിയ യൂണിറ്റുകളിലും ഏറ്റവും വലിയ യൂണിറ്റുകളിലും പൊതുവായി കാണുകയും ഇപ്പം അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രകടമായി കാണുകയും ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ ശബ്ദം വ്യക്തമായ അഭിപ്രായത്തോടു കൂടി ഉയരുന്നതിനെ തടയിടുന്നത് എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ആ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള അത്തരം ഏറ്റവും മോശമായിരിക്കുന്ന ഒരു മൂല്യശോഷണത്തിൻ്റെ പ്രതിഫലനം അമ്മയ്ക്കകത്തും ഉണ്ടായി എന്നുള്ള നേരാണെങ്കിൽ പോലും അമ്മയ്ക്കകത്ത് അമ്മയുടെ പെൺമക്കൾ എന്നുൾപ്പെടെയുള്ളിടത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില വിമത ശബ്ദങ്ങളുണ്ടായിരുന്നു. അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വളരെ ശക്തമായിട്ട് ഇതിനകത്ത് നടന്ന കോലാഹലങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ചോദിച്ചു, എന്തിനാണ് ഈ നിസ്സാരമായ അംഗങ്ങൾ ഉള്ളിടത്ത് ഇത്ര വലിയ കോലാഹലം? പക്ഷെ അത് ജനാധിപത്യ പ്രക്രിയയുടെ വലിയ ഒരു ഫ്രിക്ഷൻ ആയിരുന്നു എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതിലുണ്ടായ ഓരോ വിമത ശബ്ദവുമാണ് ഇത്ര ബോൾഡ് ആവുന്ന രീതിയിലേക്ക് ഒരു നേതൃത്വത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയത്. അതിൽ വന്ന ഓരോ, ഇപ്പോൾ ഉഷ ഹസീന പോലെയുള്ളവരുടെയൊക്കെ വളരെ വിമത ശബ്ദങ്ങൾ, അതിൻ്റെ അകത്ത് വളരെ നിലപാടോടുകൂടിയുള്ള ശബ്ദങ്ങൾ നമ്മൾ കേട്ടു. അത്തരം ശബ്ദങ്ങളെല്ലാം ഇതിനെ പിന്താങ്ങിയിട്ടുണ്ട്, പിൻബലപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ വന്നെടുത്ത് ഇന്ന് നടന്നിരിക്കുന്ന ഇലക്ഷന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. അത് മാതൃകാപരമാണ്. ഈ സമൂഹത്തിൻ്റെ സാംസ്കാരിക തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ അഭിലാഷേ? കലാകാരന്മാർക്ക് എപ്പോഴും മാതൃകയാവാനേ കഴിയൂ. അമ്മയ്ക്ക് അകത്തുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പറയുമ്പോൾ ഏറ്റവും അധികം പറയണം. 97 വർഷത്തെ ചരിത്ര സിനിമയിൽ ഈ ഹേമ കമ്മിറ്റി എവിടെ പോയി എന്ന് ചോദിച്ചവർക്കുള്ള ഏറ്റവും വലിയ ഉത്തരമാണിത്. ഹേമ കമ്മിറ്റി അന്വേഷണവും അതിനോടനുബന്ധമായ കേസ്, ഇതിനോട് ചേർത്ത് നമുക്ക് നിർത്താവുന്ന ഒരു കേസ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. മീനു മുനീർ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലേ? അതിൽ ലിംഗവിവേചനമില്ലാതെ ഇതിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന അരുതായ്മകളോട് എത്ര വലിയ നിലപാടിലാണ് ഈ സമൂഹവും ഈ സിസ്റ്റവും ജുഡീഷ്യറിയും സർക്കാരും നിലപാടെടുത്തതെന്നുള്ളത് നമ്മൾ കണ്ടെടുത്തും കൂടി ഉണ്ടായിരിക്കുന്ന വളരെ ഘടനാപരമായ ഒരു തുടർച്ചയുടെ വിജയമാണ് അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പ്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഇച്ഛാശക്തിയോടുകൂടി തുടർന്ന്
പ്രവർത്തിക്കാൻ പറ്റുന്ന അവരുടെ സ്വാതന്ത്ര്യത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ സാക്ഷി നിർത്തി ഹനിക്കില്ല. ഇവരുടെ കഴിവിനെയും നേതൃത്വ പാഠവത്തെ, ഇപ്പൊ കുക്കു ആണെങ്കിലും വളരെ നേതൃത്വ പാഠവും പരിചയവും പൊതുരംഗത്തുള്ള ആളാണ്, പല മേഖലകളിലെ പ്രവർത്തനത്തിൽ ഉള്ളയാളാണ്. ശ്വേത ഏറ്റവും കുറച്ച് കാണാൻ പറ്റാത്ത, ഏറ്റവും നന്നായി കാണേണ്ട കാലിബറുള്ള ശ്വേത ഒരു വലിയ സാംസ്കാരിക വിപ്ലവകാരിയാണെന്ന് ഞാൻ പറയും. കാരണം എങ്ങനെയാണ് ലൈംഗികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ആണിനും പെണ്ണിനും ഊഷ്മളമായി ഹഗ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാതൃകാപരമായി കാണിച്ചു കൊടുത്ത ഒരു സ്ത്രീയും കൂടിയാണ്. സാംസ്കാരികമായി വലിയ റിഫ്ലക്ഷൻ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.